ആലംസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഫാൻസി പ്രാവുകളെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് രാകേഷ്. സ്ഥലം ഉമ്മുക്കോടാണ്. 17 വർഷം കൊണ്ട് ഞാൻ ഈ പ്രാവിൻ്റെ ഫീൽഡിലുണ്ട്. 4 വർഷം കൊണ്ടാണ് ആക്റ്റീവായിട്ട് ഫാൻസി പ്രാവിനെ വളർത്താൻ തുടങ്ങിയത്. ചേട്ടാ ഇവിടെ ഇപ്പം എന്തൊക്കെ വെറൈറ്റി ടൈപ്പ് പ്രാവുകൾ കിടപ്പുണ്ട്? ഞാൻ വളർത്തുന്നത് വെച്ചാൽ മുഖിയെ വളർത്തുന്നുണ്ട്, മുഖീനെ വളർത്തുന്നുണ്ട്, കിങ്ങുണ്ട്, ഫാൻഡേലുണ്ട്, ഹംഗേറിയൻ മിക്സ് കിടപ്പുണ്ട്, ബൊക്കാറ ഉണ്ട്, ഹംഗേറിയൻ കിടപ്പുണ്ട്, ഫോമർ ടൈപ്പ് കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് ഫാൻസി ആയിട്ടുള്ള പ്രാവുകളെ വളർത്തുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന വെറൈറ്റികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? പരിചയപ്പെടുന്നത് ഇത് ഇന്ത്യൻ മുഖിയാണ്. ക്ലാസിക് ആൽമണ്ട് എന്നാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ പേര്. ഇതിപ്പം 12,000 രൂപയ്ക്കാണ് ഞാൻ എടുക്കുന്നത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഇതൊരു മാർക്കിംഗ് ബേഡാണ്. ഇതിൻ്റെ കളറിനാണ് ക്ലാസിക് ആൽമണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വേറൊരു കളറാണ്, സാൻഡിൽ കളർ എന്ന് പറയും. ഇത് ഞാൻ 1 വർഷം മുമ്പ് എടുത്തത് 8,000 രൂപയ്ക്കാണ് ഈ ബേഡിനെ എടുത്തത്. ഇതിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ളത്? ഇത് മാർക്കിംഗ് ബേഡാണ്. കണ്ണിന് ആണ് ഈ ഇതാണ് മാർക്കിംഗ്. കണ്ണിന് താഴെ കൂടെ റൗണ്ട് ചന്ദ്രക്കല രീതിയിൽ വരണം. പിന്നെ പോയിൻ്റ് ക്യാപ്പായിരിക്കണം. പിന്നെ ഒറ്റ കളറായിരിക്കും ബാക്കി. കാലി ചെടയൊന്നും ഇറങ്ങാൻ പാടില്ല. ഇത് മുഖിയുടെ തന്നെ വേറൊരു കളറാണ്, ചില്ലി റെഡ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഇതിൻ്റെ പ്രത്യേകത മാർക്കിംഗ് കറക്റ്റ് ആയിരിക്കണം. ഈ കൊടുത്തിരിക്കുന്ന വൈറ്റിൻ്റെ മാർക്കിംഗ് കറക്റ്റ് ആയിരിക്കണം. ക്യാപ്പ് പോയിന്റിൽ ക്യാപ്പ് ആയിരിക്കണം. മുറിയിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ്, ബാർ ടൈപ്പാണ്. ഇതിനെയാണ് ബാർ എന്ന് പറയുന്നത്. നമ്മൾ ബാർ ടൈപ്പായിട്ട് വരുന്ന മുഖിയാണിത്. ഇത് സാൻഡിൽ ബാറാണ്. ഇപ്പം എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഇതിനുള്ളത്? മുഖിയുടെ പോലത്തെ തന്നെ ഇത് മാർക്കിംഗ് ആയിരിക്കണം. പിന്നെ ഇതിന് പ്രത്യേകത ബാർ ടൈപ്പാണ്. ഇത് മുദീനയാണ്. ഇത് റിംഗ് നെക്ക് മുദീന എന്ന് പറയും. ഇതും മാർക്കിംഗ് ഉള്ള ബേറാണ്. ഈ കരുത്തിന് ചുറ്റും റിങ്ങിൻ്റെ കൂട്ടും ബാക്കിയുള്ളിടത്ത് വൈറ്റ് ഷെയ്ഡും ഒന്ന് ചെറുത് ഒരു കളറും ആയിരിക്കണം. ഇത് റിംഗ് നെക്ക് മുദീന എന്നാണ് ഇതിന് പറയുന്നത്. ഞാനിത് എടുത്തത് 1 വർഷം മുമ്പ് എടുത്തത് 4,500 രൂപയ്ക്കാണ് ഇതെടുത്തത്. ബ്യൂട്ടി ഹോമർ എന്നാണ്. ഇത് പല കളറിൽ തന്നെ വരും. ഇത് എൻ്റെ ഇരിക്കുന്നത് വൈറ്റാണ് ഇരിക്കുന്നത്. ഇത് തത്തമ്മയുടെ ചുണ്ടിൻ്റെ കൂട്ടാണ്. ചുണ്ട് വ്യത്യാസം വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സൈസ് ഹെവി സൈസായിരിക്കും. അസുഖങ്ങൾ വരാൻ കുറവായിരിക്കും. അസുഖങ്ങൾ വരുന്നത് കുറവായിരിക്കും. ഇത് ഹോമർ എന്ന് പറയും. ബ്ലാക്കാണ് കളറ്. ഇതിന് ഹ്യൂമിഡിറ്റി പവർ ഏറ്റവും കൂടുതലുള്ള പ്രാവാണിത്. ഇത് ഫോർസ്റ്റേഴ്സിനകത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. മുട്ട മാറ്റി വെക്കാനൊക്കെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഹോമറാണ്. ഇത് റേസിംഗ് ഹോമർ എന്നാണ് ഇത് പറയുന്നത്. മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രാവാണത്. ഇത് 10, 400, 500 കിലോമീറ്റർ താണ്ടി വരുന്നതാണ് ഈ പ്രാവിൻ്റെ പ്രത്യേകത. ഇത് ഹംഗേറിയൻ മിക്സാണ്. ഇതെന്ന് വെച്ചാൽ നല്ല ഹെവി സൈസായിരിക്കും. ഹെവി ബൂട്ടായിരിക്കും ഈ ബ്രീഡിന് വരുന്നത്. നല്ല സൈസ് ഉള്ളതായിരിക്കും. ക്യാപ്പ് നല്ല ക്യാപ്പായിരിക്കും. ഇത് ഫാൻഡേലാണ്. ഇന്ത്യൻ ഫാൻഡേൽ എന്നാണ് ഇത് പറയുന്നത്. ഇത് ഒരുമാതിരി ഇവിടെ എല്ലാ സാധാരണ വീട്ടിലെ ആൾക്കാരും വളർത്തുന്നതാണ്.
ഇതിനാകുമ്പോൾ അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അങ്ങനെ പിടിപെടത്തില്ല. നല്ല ഹ്യൂമിഡിറ്റി പവർ കൂടുതലുള്ള ബേഡാണിത്. കാലത്ത് എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന സൈസുള്ള ഒരു ബേഡാണ്. ക്ലാസിക് ഗവൺമെൻറ് ഒരു ചിക്സാണ് ഇത്. ഇതിൽ നമ്മുടെ സ്വന്തം റിങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിങ് നമ്മുടെ ചിക്സിനെല്ലാം നമ്മുടെ റിങ് ഉപയോഗിക്കുന്നുണ്ട്. ആലംസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിവിധയിനം ആടുകളെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാംസൺ. വട്ടാരക്കര താലൂക്ക് മേലില വില്ലേജിൽ ഗ്രേഷ്യൻ ബ്ലോക്കിൽ നമ്മൾ 6-ാം വാർഡിൽ താമസിക്കുന്നു. എനിക്കൊരു ചെറിയ ആട് ഫാമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നു. ചേട്ടാ ഇവിടെ ഇപ്പം എത്രത്തോളം വെറൈറ്റി ആടുകളുണ്ട്? ഇവിടെ ഇപ്പോൾ ഒരു 13 വെറൈറ്റി വരെ ഉണ്ട്. ചേട്ടാ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാമോ? ഈ ആടാണ് രാജസ്ഥാൻ മരുഭൂമി കാണുന്ന രാജസ്ഥാൻ കോട്ട, കരോളി കോട്ട എന്ന് പറയുന്ന ആടാണിത്. ഇത് ഇപ്പോൾ ലൈഫ് വെയിറ്റ് നമുക്കൊരു 145 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ചെവിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊളസ്ട്രോൾ വന്നിട്ട് ഒരു ചെവിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളിത് ഓപ്പറേഷൻ ചെയ്ത് കളയാനുള്ളതാണ്. ഈ മോഡൽ കൊമ്പ് മറ്റേതിൻ്റെ തന്നെ കരോളി പറ്റിയിരിക്കുന്ന കൊമ്പുള്ള കരോളി പെണ്ണാടുണ്ടായിരുന്നു, അതിപ്പോൾ കൊടുത്തു. പിന്നെ ഇത് മറ്റ് ശല്യങ്ങളൊന്നുമില്ല. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നു. നല്ല ഇനത്തിൽപ്പെട്ട ആടാണ്, നല്ല വിലയുണ്ട്. നമുക്കിപ്പോൾ ഈ ആടിപ്പോൾ കൊടുത്താലും ഒരു 45,000 രൂപ കിട്ടുന്നതാണ്. ചേട്ടാ ഇതിനെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഇത് ഞാനൊരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. പുള്ളി വേറൊരാൾക്ക് കൊടുത്താൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് കൊണ്ടുവരുമ്പോൾ ഇച്ചിരി ഉള്ളായിരുന്നു. ആട് കൊച്ചൊരാടായിരുന്നു. നമ്മുടെ തീറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മളുമായിട്ട് യോജിച്ച് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതിനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതാണ് നമ്മളിത് കണ്ട് ആർക്കും മറ്റാരെയും കാണിക്കാതെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പലരും ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്, നമ്മൾ കൊടുക്കാത്തതാണ്. നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഓരോ ആടുകളെ കൊണ്ടുവന്നിട്ട് ഇതിനെ കൊണ്ട് തന്നെ ബ്രീഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു മക്കളെ പോലെയാണ് നമ്മളിതിനെ കൊണ്ടു നടക്കുന്നത്. ഇല്ലടാ. പെണ്ണാടാണ് ഇത്. ഒറിജിനൽ ബ്രീഡാണ് ഇത്. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞു. ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയെ കാണും. അതിൻ്റെ കുഞ്ഞ് തന്നെയാണ് അടുത്ത് നിൽക്കുന്ന കുട്ടി. അത് ഒരു ആൺകുട്ടിയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം പെൺകുട്ടിയായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യമാണ് ഒരു ആൺകുട്ടിയെ കിട്ടിയിരിക്കുന്നത്. മാക്സിമം പാല് നമുക്കൊരു 1.5 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 5 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ ഒരു ലൈഫ് വെയിറ്റ് ഒരു 70 കിലോയ്ക്ക് അകത്തേ വരത്തുള്ളൂ. പിന്നെ അതിൻ്റെ മോനാണ് നിൽക്കുന്നത്. ഒറിജിനൽ ബ്രീഡാണ്. എൻ്റെ പേര് സെന്തിലെന്നാണ്. സെന്തിൽ ചുണ്ടിയുള്ളൊരു പയ്യനാണ്. നല്ല നമ്മളോടൊപ്പം സഹകരിച്ച് അയച്ച് കെട്ടി അതിന് പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞ് നമ്മളെ പിടിച്ച് കെട്ടിയിട്ടതാണ്. അവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട്. ആടാ നല്ലൊരു ഒറിജിനൽ ബ്രീഡ് തന്നെയാണ്. ഇതിങ്ങനെ നമുക്ക് ഒറിജിനലായിട്ട് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. ചേട്ടാ ഇപ്പോൾ ജമുനാപ്പാരിക്ക് മാർക്കറ്റ് എന്തുമാത്രം റേറ്റ് വരുന്നുണ്ട്? ജമുനാപ്പാരി മാർക്കറ്റിൽ 25,000 രൂപ മുതൽ മേലോട്ടാണ് വിൽക്കുന്നത്. ഇതിൻ്റെ ക്രോസ് ബ്രീഡൊക്കെ ആണെങ്കിൽ 10, 12, 15 രൂപയ്ക്കൊക്കെ കിട്ടും. അല്ലാതെ നമുക്കിത് മാക്സിമം 25 രൂപയ്ക്ക് മേളിൽ ഇവിടെ വില പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നില്ല. വേറെ ഇതിൻ്റെ വെറൈറ്റി കിട്ടാൻ ഇതുപോലത്തെ ഒറിജിനാലിറ്റി ഉള്ളത് കിട്ടുന്നില്ല, അതുകൊണ്ട് കൊടുക്കാത്തതാണ്. അത് കുട്ടി ഇതാണ് ബീറ്റലിൻ്റെ പെണ്ണാട്.
അതിൻ്റെ ബീറ്റിൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ബീറ്റിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കണ്ണ് വെള്ളയായിരിക്കും, ചെവി 12 ഇഞ്ച് നീളം വരും, കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് പുറമോട്ട് ചരിഞ്ഞിരിക്കും. പിന്നെ ഇതിന് പാല് ഒരു പ്രസവത്തിൽ 2-3 കുട്ടി ബീറ്റിലിന് കിട്ടാറുണ്ട്. അതിന് പാലൊന്ന് മാക്സിമം പാല് നമുക്ക് ഒരു നേരം ഒരു 1.5 ലിറ്റർ പാല് വരെ നമുക്ക് കറന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയതാണ്. അത് പിന്നെ ഇപ്പോൾ 4 മാസം ഗർഭിണിയാണ്. ഇതിപ്പോ എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഇതിനുള്ളത്? ഇത് മാർക്കിംഗ് പേരാണ്. ഹംഗേറിയൻ മിക്സിൻ്റെ തന്നെ വേറൊരു കളർ പാറ്റേൺ ആണ്. ഈ പാറ്റേൺ എന്ന് പറയുന്നത് ടൈഗർ കളറാണ് ഇത് വന്നേക്കുന്നത്. ബൂട്ട്സും നല്ല ഹെവി ബൂട്ട്സാണ്. ഇത് 6 ആണ്, നല്ല ഹെവി സൈസ് സാധനമാണ്. ഇതൊരു ബൊക്കാറ മിക്സ് വെറൈറ്റിപ്പെട്ടതാണ്. ഇതും ഹെവി ബൂട്ട്സ് ഉള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ സെയിലിന് നിർത്തിയേക്കുന്ന 6 ആണ്. എൻ്റെ ചേട്ടനാണ്, പുള്ളിയാണ് ഈ വെളിയിൽ നിന്നെല്ലാം പ്രാവന നമുക്ക് കൊണ്ട് തരുന്നത്. പോണ്ടിച്ചേരി, മധുര ആ സ്ഥലത്തു നിന്നെല്ലാം പ്രാവന എടുത്തുകൊണ്ട് വരുന്നത് പുള്ളിയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? പേര് ഗിരീഷ് കുമാർ കുന്നിക്കോട്. ഓക്കെ, ഇപ്പം എവിടെ നിന്നൊക്കെയാണ് പ്രാവിനെ എടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ദൂരം എടുക്കുന്നത് പോണ്ടിച്ചേരി നിന്നാണ്. പിന്നെ മധുര, പിന്നെ കൊല്ലം, കരുനാഗപ്പള്ളി, ചവറ അങ്ങനെ സ്ഥലങ്ങളെല്ലാം എടുത്ത് നമുക്കുണ്ട്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് വെറൈറ്റിയെ കൂടുതലും ഫോക്കസ് ചെയ്ത് എടുക്കുന്നത്? മുഖിയാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അല്ലാതെ വേറെ ഏതൊക്കെ എടുക്കുന്നുണ്ട്? കുറേ ഇനങ്ങളുണ്ട്. പേരുകളൊക്കെ എനിക്ക് അത്ര ക്യാച്ചിങ് അല്ല. എല്ലാം പറയുന്നത് പോയി എടുത്തുകൊണ്ട് അത്രയേ ഉള്ളൂ. അമേരിക്കൻ മിക്സ്ഡ് ഫാൻഡേലാണ്. ഇന്ത്യൻ ഫാൻഡേലല്ല, അമേരിക്കൻ മിക്സ്ഡ് ഫാൻഡേലാണ്. നല്ല ജംബോ സൈസ് ഉള്ളതാണ്. പ്യുവർ ബ്ലാക്കാണ് കളർ. ഫാൻഡേൽ തന്നെ അമേരിക്കൻ ഫാൻഡേലാണ്. സാൻഡിലാണ് കളറ്. ഇതിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ളത്? ഇതിൻ്റെ കളർ തന്നെ സ്പെഷ്യാലിറ്റി. ഇതിൻ്റെ സൈസ് നല്ല ഹെവി സൈസ് ആയിരിക്കും. ബൂട്ട് നല്ല ഹെവി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എഗ്ഗ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാത്രം വിട്ടേക്കും. ഈ ബേഡിൻ്റെ പേര് മുദീന എന്നാണ്. പ്യുവർ വൈറ്റ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുദീനയാണ്. നമുക്ക് എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് മുദീനയ്ക്കുള്ളത്? നല്ല സൈസ് വരും. നല്ല ഹെവി സൈസ് ആയിരിക്കണം. യു ഷേപ്പ് ആയിരിക്കണം. ഇത് പ്യുവർ വൈറ്റ് ഉള്ള മുദീനയാണ്. ഇതിൻ്റെ തന്നെ പല കളറുകൾ വരും. സാൻഡിലുണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇത് ഹംഗേറിയനാണ്. ഹംഗേറിയൻ്റെ വൈറ്റ് ആണ്. ഇത് ഫീമെയിലാണ്. എൻ്റെ മെയില് എൻ്റെ കയ്യിൽ നിന്ന് ഡെഡ് ആയിപ്പോയി. ഇത് ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇത് ബൊക്കാറാണ്. ബൊക്കാറ ടൈഗർ ലൈനേജ് ആണ്. ഇത് മെയിലാണ്. ഇതിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ളത്? ഇതിൻ്റെ ക്യാപ്പ് നല്ല ഹെയർ ക്യാപ്പായിരിക്കും. ഇതിന് മുമ്പിലേക്കും ക്യാപ്പ് ഇറങ്ങി കിടക്കും. ഇതിനിപ്പം വെട്ടി വിട്ടേക്കുമാണ് എഗ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് മുഖിയുടെ ചിക്സാണ്. ഇതെല്ലാം നമ്മൾ സെയിലിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് സാൻഡിൽ കിടപ്പുണ്ട്, റെഡ് കിടപ്പുണ്ട്, ആൽമണ്ട് കിടപ്പുണ്ട്, ബാർ ടൈപ്പ് കിടപ്പുണ്ട്, ബ്ലാക്ക് കിടപ്പുണ്ട്. 5-6 ജോഡിയോളം കിടപ്പുണ്ട് സെയിലിന് വേണ്ടി. നമുക്ക് എത്ര രൂപയ്ക്കാണ് സെയിൽ ഇട്ടേക്കുന്നത്? നമ്മൾ 1500 തൊട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇവിടെ. ഇതെന്തിനാ വെച്ചേക്കുന്നത്? പ്രാവകൾക്ക് ഏറ്റവും കൂടുതൽ പോക്സ് എന്ന് പറയുന്ന അസുഖം വരും. അത് ഈ കൊതുകാണ് ഏറ്റവും കൂടുതൽ പടരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം വെച്ചത്. ചേട്ടാ നമ്മളിപ്പോൾ ഇതിന് എന്തൊക്കെ ടൈപ്പ് ഫുഡുകളാണ് കൊടുക്കുന്നത്? നമ്മൾ ഇതിന് 15 തരം ധാന്യങ്ങളാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഗോതമ്പ് വരും, പയർ വരും, ചോളം വരും, ബജ്ര വരും, തിന വരും. അങ്ങനെ 15 തരം ഫുഡുകളാണ് കൊടുക്കുന്നത്. നമ്മളിപ്പം ഇതിന് പ്രാവിന് കൂടുതൽ പേരും പരാതി പറയുന്നത് അസുഖങ്ങൾ പെട്ടെന്ന് വരും. അതൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അസുഖങ്ങൾ വരാതെ? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂട് ക്ലീൻ ആയിരിക്കണം. പിന്നെ വെള്ളം എല്ലാ ദിവസവും മാറ്റി അടുത്ത് വെച്ച് കൊടുക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അടുത്ത് വെച്ച് കൊടുക്കണം. കൂട് ക്ലീൻ ചെയ്ത് ഇരിക്കണം. പിന്നെ നല്ല ഫുഡ് കൊടുക്കുക. ഫുഡ് വൃത്തിയാക്കി ഫുഡ് കൊടുക്കുക. അങ്ങനെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ 90% അസുഖങ്ങളും വരത്തില്ല. പിന്നെ ഗ്ലിറ്റ് ഉണ്ട്, അത് വെച്ച് കൊടുക്കണം. നമ്മൾ പറത്തി വിടാത്തത് കൊണ്ട് ഇതിനകത്ത് തന്നെ നമ്മൾ കട്ടയും
കരി അങ്ങനെയുള്ള മുതലായ ഒരു 7-8 ഐറ്റംസ് പൊടിച്ച് നമ്മൾ ഇതിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലെ മരുന്നുകളല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ച? നമ്മൾ ആഴ്ച വിറ്റാമിൻ്റെയും കാൽസ്യത്തിൻ്റെയും എല്ലാ മരുന്നുകൾ, തുള്ളിയ മരുന്നുകൾ വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കും. ഒരു 3 ദിവസത്തേക്ക് വെച്ച് കൊടുക്കും. തീറ്റയും കൂടി എല്ലാം നമ്മൾ കൊടുക്കുന്ന എല്ലാം കഴിക്കുകയും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് മുട്ടൻ, മലബാറി ബീറ്റൽ മുട്ടനാണ്. ഇതൊരു പാർട്ടി വിളക്കൊടിയിലുള്ളൊരു സാറ് ഇത് സുഖമില്ലാതെ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതാണ്. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. അല്പശുണ്ടിയൊക്കെ ഉള്ളൊരു മുട്ടനാണ്. നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ചെവിയിറക്കമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോ ലൈവ് വെയിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സിരോഹിയുടെ പെണ്ണാട്. സിരോഹി എന്ന് പറയുമ്പോൾ നമ്മൾ അതും ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ആടുകളാണ്. ഇവിടെ നമ്മളിത് ഇവിടെ കുഞ്ഞിലെ തന്നെ സിരോഹി ആട്ടെ കൊണ്ട് ക്രോസ് ചെയ്തെടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരാളാണ്. ഇപ്പോൾ 4 മാസം ചനയാണ്. 2 പ്രസവം കഴിഞ്ഞ് 3ാമത്തെ ചനയായിട്ട് നിൽക്കുന്നു. പിന്നെ അതിൻ്റെ കണ്ണിന് വെള്ളയുണ്ട്, 12 ഇഞ്ച് ചെവി ഇറക്കമുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 85-90 കിലോ ലൈഫ് വെയിറ്റ് ഇപ്പോൾ ഉണ്ട്. പിന്നെ പാലിൻ്റെ കാര്യത്തിൽ സിരോഹി നല്ല പാലുള്ള ഇനമാണ്. നമുക്ക് പാലിൻ്റെ ആവശ്യത്തിനായാലും നമുക്ക് വളർത്താൻ പറ്റിയൊരു ആട് തന്നെയാണ് സിരോഹി. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു 25 രൂപ 26 രൂപ റേറ്റിട്ട് കൊടുക്കാവുന്നതാണ്. ഈ പാർട്ടികൾ പലരും വരുന്ന സിരോഹിക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്നുണ്ട്. സിരോഹിക്കൊക്കെ നല്ല മാർക്കറ്റുള്ള ഒരാളാണ്. വിപണിയിലും അങ്ങനെ ഒറിജിനലായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു പഴയ മോഡൽ ആടാണ്, എരുമപ്പള്ളാട്. മലബാറിയുടെ ഒരു ഇതുപോലെ വരും. നമ്മുടെ പള്ളാട് എന്ന് പറയുന്ന സംഭവം ഇപ്പം അന്യം പെട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു പള്ളാട് കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് ഇതിനെ നോക്കുന്നു. ഇപ്പോൾ ഏകദേശം 2 മാസം ചനയുണ്ട്, അത്യാവശ്യം പാലും ഉണ്ട്. ഇറക്കുന്നതിനൊന്നും ഒരു ശല്യമില്ല. നമ്മളോട് വലിയ ഇണക്കമുള്ള ഒരാടാണ്. നമ്മളിപ്പോൾ നമ്മളോട് എത്ര സ്നേഹമുള്ളൊരു സൈസ് ആടാണ് ഈ പള്ളാടെന്ന് പറയുന്നത്. അതിന് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ സൈസ് വേറെ ഇപ്പോൾ അടുത്ത് പള്ളാടൊന്നും കിട്ടാനില്ല. പിന്നെ നല്ല അത്യാവശ്യം ഒരു 4-5 സെൻറ്റിമീറ്റർ രോമമൊക്കെ ഇങ്ങനെ ഉണ്ട്. നല്ല ഷേപ്പും ഒക്കെ ഉള്ളൊരു ആടാണ്. വളർത്താൻ പറ്റിയ ഒരു ആടാണ് പള്ളാടെന്ന് പറയുന്നത്. സിരോഹിയുടെ ഒരു മുട്ടനാണ്. ഇതിപ്പോൾ 9 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ്. ഇതിവിടെ തന്നെ പ്രസവിച്ച് നമുക്ക് എടുത്തൊരു കുട്ടി തന്നെയാണ്. ഇതിൻ്റെ തള്ളയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ അടുത്ത സമയത്താണ് കൊടുത്തത്. ഇതിൻ്റെ കൂട്ടുള്ളൊരു കുട്ടി വേറൊരു പാർട്ടിക്ക് കൊടുത്തത് അവിടെ കിടപ്പുണ്ട്. അത് നല്ലൊരു കുട്ടിയാണ്. ഇത് നല്ല വളർത്തുകുട്ടിയായിട്ട് ഇട്ടിരിക്കുന്നു. പിന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ ഒരു റെഡ് ബീറ്റൽ, അതാണ് പ്യൂർ റെഡ് ബീറ്റലായിട്ട് വരും. അതിന് മാക്സിമം ചെവി ഇറക്കവും അതിൻ്റെ കണ്ണ് വെള്ളയായിരിക്കും, ഈ കളറ് റെഡായിരിക്കും. പിന്നെ ക്രോസ് ബ്രീഡായിട്ട് ഇട്ടിരിക്കുകയാണ്. മുട്ടന്മാരാണ് ഇതൊക്കെ. ലൈവ് ഒരു 8 മാസം പ്രായമുള്ള കുട്ടിയാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതും റെഡ് ബീറ്റൽ തന്നെയാണ്. പക്ഷേ അതിനൊരു വൈറ്റ് പുള്ളി കയറി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ലൈവ് വെയിറ്റ് 120 കിലോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് അത്യാവശ്യം ക്രോസിന് തന്നെ ഇട്ടിരിക്കുന്നു. അത് ഇനത്തിൽപ്പെട്ട ആടിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്രോസ് ചെയ്തെടുത്താൽ അത് ഒറിജിനൽ ബ്രീഡ് കുട്ടികളെ കിട്ടുന്നുണ്ട്. അതിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് സിരോഹി ഒറിജിനൽ ബ്രീഡാണ്. ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു. നല്ല നമ്മളുമായിട്ട് ചോദിച്ച് ഇണങ്ങി നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് ഇപ്പോൾ ലൈഫ് വെയിറ്റ് ഏകദേശം ഒരു 120 കിലോയ്ക്ക് മുകളിലുണ്ട്. പിന്നെ ക്രോസ് ബ്രീഡായിട്ട് ഇട്ടിരിക്കുകയാണ്.
നമുക്ക് എല്ലാ വിധത്തിലും ആടുകൾ സ്ഥിരോഗി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ക്രോസ് ബ്രീഡ് ആടുകളൊക്കെ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നത്. പിന്നെ മനുഷ്യരോട് ശല്യമൊന്നുമില്ല. ചില ചുണ്ടിയൊക്കെ ചിലപ്പോൾ കാണിക്കുന്നേ ഉള്ളൂ, എല്ലാ കുഴപ്പമൊന്നുമില്ല. നല്ലൊരാളാണ്. ഇത് തോട്ടാപ്പാരി ഇനത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്. ഇതിൻ്റെ ഇപ്പം ഏകദേശം 2 മാസം പ്രായമുണ്ട്. നമ്മളിവിടെ ഒരു പാർട്ടിക്ക് കൊടുത്ത് അതിൻ്റെ തള്ളയൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ കുട്ടിയെ രക്ഷപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. കുട്ടി ഇവിടെ കിടപ്പുണ്ട്. നല്ല രീതിയിൽ രക്ഷപ്പെട്ടു. വീട്ടിയും കൂടിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളായിട്ട് സഹകരിച്ച് പോകാൻ കൊള്ളാവുന്ന ഒരു എണ്ണത്തിലെ ആടാണ്. ഇതിൻ്റെ ഇനം തള്ളയൊന്നും കിട്ടാനില്ല. ഇപ്പം ഒറിജിനൽ ബ്രീഡ് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ നോക്കും. വളർത്തുകാർക്കൊക്കെ പറ്റിയ ഇനത്തിലാണ്. ഇതിൻ്റെ ഫീമെയിൽ കിട്ടാനായിട്ട് കിട്ടുന്നില്ല. ബ്രീഡിംഗ് ആയ ഒരു പ്രാവ് എത്ര ദിവസത്തിനകം മുട്ടയിടും? 10 ദിവസത്തിനുള്ളിൽ മുട്ടയിട്ട് 18 ദിവസം അത് അടയിരിക്കും. 19ാമത്തെ ദിവസം വിരിയും. കുഞ്ഞുങ്ങൾ അടയിരുന്ന് വിരിഞ്ഞ ശേഷം ഒരു 45 ദിവസം വരെ തള്ളയുടെയും തന്തേനും കൂടെ നിന്നിട്ട് അത് കഴിയുമ്പോൾ തനിയെ പറന്ന് മാറും. ചേട്ടാ ഇവിടെ ഇപ്പോൾ സെയില് എങ്ങനെയുണ്ട്? ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് അക്വേറിയക്കാർക്കാണ് കൊടുക്കുന്നത്. അവർ വന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അല്ലാതെ ഇവിടെ എപ്പോഴും സാധനം സ്റ്റോക്ക് കാണത്തില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ചേട്ടാ റേറ്റ് കുറച്ച് കൊടുക്കുമോ? ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കൊടുത്തിരിക്കും. അത് യാതൊരു ഇതും വേണ്ട. എവിടെ കൊടുക്കുന്നതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും ഇവിടെ. തുടങ്ങിയിട്ട് 17 കൊല്ലമായെന്ന് പറഞ്ഞല്ലോ. ഇപ്പം തുടങ്ങാനുള്ളൊരു പ്രചോദനം എത്ര പ്രാവിൽ നിന്നാണ് തുടങ്ങിയത്? ഞാൻ ആദ്യം വളർത്തിയത് സാധാരണ നാടൻ പ്രാവുകളാണ്. അതൊരു 10-12 വർഷം വളർത്തി. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു 4 വർഷം കൊണ്ടാണ് ഫാൻസി പ്രാവുകളിലോട്ട് വന്നത്. അത് താല്പര്യം കൊണ്ടാണ്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ പ്രാവുകളെ കാണുമ്പോൾ നമുക്ക് താല്പര്യം വരും, ഒരിഷ്ടം തോന്നും. അത് കണ്ടാണ് വീണ്ടും ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. പ്രാവിനെയൊക്കെ നോക്കുന്നത് ഒറ്റയ്ക്കാണോ അതോ സഹായത്തിനാരെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ എവിടെയെങ്കിലും പോകാന്നുണ്ടെങ്കിൽ വൈഫാണ് നോക്കുന്നത്. വാ. ഇപ്പം പ്രാവിനെയൊക്കെ ഇഷ്ടമാണോ? അതിൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണല്ലേ? മോൾക്കോ? അപ്പോൾ ഈ കൂട് സ്വന്തമായിട്ട് പണിയാണോ അതോ? നമ്മുടെ ഐഡിയാസിൽ നമ്മൾ തന്നെ പണിയുന്നതാണ്. 1.5 അടിയാണ് കൂടിൻ്റെ നീളവും വീതിയും എല്ലാം. 1.5 അടിക്കാണ് പണിയത്. ഇത് ചൈനീസ് കൂടാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് വെളിയിൽ നിന്ന് മേടിച്ചതാണ്. ഇനി വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന അത് ഉണ്ടാക്കിയതാണോ അതോ? അല്ല, ഇതൊക്കെ നമ്മൾ അക്വേറിയത്തിൽ നിന്ന് മേടിക്കുന്നതാണ്. അതിൻ്റെ നിപ്പിൾ മേടിക്കാൻ കിട്ടും. അത് വെച്ചാൽ ഇതെല്ലാം ഫുഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ അക്വേറിയത്തിൽ നിന്ന് മേടിക്കുന്നതാണ്. എഗ്ഗ് ഇട്ട് 1 മാസം വരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്തോട്ട് പറത്തി വിടും, തുറന്ന് വിടും. നമുക്ക് എത്ര രൂപയ്ക്കാണ് പ്രാവിനെയൊക്കെ കൊടുക്കുന്ന സാധാരണ? നമ്മൾ സാധാരണപ്പെട്ടവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള റേറ്റാണ് നമ്മുടെ ഉള്ളത്. നമ്മളൊരു 1500 മുതൽ 3500 വരെയാണ് ചിപ്സിന് നമ്മൾ ഇവിടെ റേറ്റ് മേടിക്കുന്നത്. ഈ ഫാം വിപുലീകരിക്കാൻ ആഗ്രഹമുണ്ടോ? ഫാം വിപുലീകരിക്കണം. ഇനിയും പുതിയ കുറച്ച് പ്രാവിനെ കൊണ്ടുവന്ന് വിപുലീകരിക്കണമെന്നാണ് ആഗ്രഹം. കുറച്ചും കൂടെ വെറൈറ്റീസ് കൊണ്ടുവരണം. ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് മുമ്പേ കൊണ്ടുവന്നതാണ്.
ഇപ്പൊ പ്രാവല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കോഴികളെ ഞാൻ കണ്ടു. അതാ ഫാൻസി കോഴികളെ വളർത്തുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ടിംഗ് ആയിട്ട് ബ്രഹ്മയുടെ കോഴികളെയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മ കോഴിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ബ്രഹ്മ കോഴികൾക്ക് നല്ല സൈസായിരിക്കും. സാധാ കോഴിയേക്കാൾ 2 ഇരട്ടി വലിപ്പം കാണും. പിന്നെ ബൂട്ട് കാണും. കളർ പാറ്റേൺ, പല തരത്തിലുള്ള കളർ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, ഇതിപ്പം മാർക്കറ്റ് എത്ര രൂപയ്ക്ക് പോകുന്നുണ്ട്? 15,000 രൂപ തൊട്ട് മുകളിലേക്കുണ്ട് ഒരു ജോഡി. ചേട്ടാ, ഇത്ര നേരം എൻ്റെ കൂടെ സഹകരിച്ച എന്ന ചേട്ടന് എൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കും. കൊണ്ട് ഓരോ വെളിയിൽ നിന്നൊക്കെ വരുന്ന ആടുകളുണ്ട്. പക്ഷെ വരവാട് നമ്മളങ്ങനെ മേടിച്ച് ഇടാറില്ല. നമ്മളിവിടെ ബ്രീഡ് ചെയ്തെടുത്ത് വളർത്തുന്ന കുട്ടികളുമായിട്ടൊക്കെയുള്ള സമ്മർക്കേ ഉള്ളൂ നമുക്ക്. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വരവാടെല്ലാം അസുഖം പിടിച്ചിട്ട് പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒത്തിരി ഉണ്ട്. PPR വാക്സിനൊക്കെ എടുത്ത് കൊണ്ടുവരുന്നതാണെന്ന് പറയും. പക്ഷേ അതൊക്കെ ഒത്തിരി എണ്ണം മേടിച്ചുകൊണ്ട് പോയിട്ട് കർഷകർ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലൊക്കെ ആയിപ്പോയിട്ട് എല്ലാം ഒറിജിനലാണ്. അതിൻ്റെ കണ്ണും വെള്ള ചെവിയിറക്കമുണ്ട്. പഞ്ചായത്ത് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഫീമെയിലാണ് അവിടെ നിന്നത്. മെയിലും ഫീമെയിലും ഉണ്ട്. പിന്നെ എല്ലായിടത്തും നമ്മളിതിൻ്റെ ബ്രീഡ് നമ്മളുടെ പല വീടുകളിലും നമ്മൾ കൊടുത്ത ആടുകൾ കിടപ്പുണ്ട്. നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള ആടാണ്. ഇതിപ്പോൾ ലൈവ് വെയിറ്റ് ഏകദേശം ഒരു 135 കിലോ ലൈവ് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ക്രോസ് ബ്രീഡായിട്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4 വയസ്സാവുന്നവരെ കൊടുക്കാതെ ഇട്ടിരിക്കും. 4 വയസ്സ് കഴിഞ്ഞു. നല്ല അത്യാവശ്യം വളർന്നു വരുന്ന ആടാ. ഇനിയും വളർച്ചയുണ്ട്. ഇത് കറാച്ചി ക്രോസ് ആടാണ്. നല്ല എളുപ്പത്തിലുള്ളൊരു ആട്. നമ്മളിവിടെ വാങ്ങിച്ചാണിത്. നമ്മൾ വാങ്ങിച്ച വില 15,000 രൂപയാണ്. ഒരു കുട്ടിയാണ്, ക്രോസ് ചെയ്തിട്ടില്ല. 6 മാസം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. അതിൻ്റേതായ രീതിയിലുള്ള നല്ല ഒരു കുട്ടി തന്നെയാണിത്. കുട്ടികളൊക്കെ മേടിച്ച് ക്രോസ് ചെയ്ത് കിട്ടും. നല്ല ചെവിയിറക്കും, കണ്ണിന് വെള്ള കളറായാലും. പിന്നെ ഏകദേശം 6 മാസമായാലും ലൈവ് വെയിറ്റ് 35 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇത് മലബാറിയാണ്. ഇത് പാലുള്ള ഇനമാണ്. നമുക്ക് അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരാട്. ഇപ്പം ഇത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഇപ്പം 1.5 മാസം ചലിയാണ്. നല്ല സഹകരണമുള്ള ഒരു ശല്യമില്ലാത്തൊരാടാണ്. ചേട്ടാ, അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്താണ് കൊടുക്കുന്നത്? ഇതിന് നമ്മൾ ഇല വർഗം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്ക ദിവസവും പ്ലാവല മാത്രമേ കാണുള്ളൂ. പിന്നെ പുല്ലരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ കാട്ടുതോല് അറുത്തൊന്ന് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിത്തീറ്റ, അതായത് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഏറ്റവും ടോപ്പ് പിണ്ണാക്ക് നോക്കി മേടിക്കും. പുളിയരി, അതും ടോപ്പ് പുളിയരി പൊടി മേടിക്കും. ഗോതമ്പ് തവിട്, അതും ടോപ്പ് തന്നെ മേടിക്കും. നിറപറം നല്ല തവിട് നോക്കി മേടിച്ച്, പിന്നെ റേഷനരി ഒക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ തരുന്നതെല്ലാം കൂടെ മേടിച്ച് കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. 4 ഐറ്റം ധാന്യം ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം മാസത്തിലൊരു പ്രാവശ്യമൊക്കെ കുളിപ്പീരും നനപ്പുമൊക്കെ ഉള്ളൂ നമുക്ക്. കാരണം ആട് കിടക്കുന്നത് കൊണ്ട് കുളിപ്പിക്കാനൊക്കെ അവസരങ്ങൾ കുറവാണ്. വെള്ളത്തിൻ്റെ കുറവുണ്ടല്ല, സമയക്കുറവുണ്ട്. പിന്നെ ആടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് കിടന്ന് കുളിപ്പിക്കണമെന്നൊരു 45 ദിവസം കൂടുമ്പോൾ കുളിപ്പിച്ചാലും മതി. കാരണം ഈ ബുക്കുകളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്.
പിന്നെ നമ്മളിത് കെയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത് വന്നാൽ ഇതിന് പെട്ടെന്ന് എന്താണ് മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരാട് വളർത്തുന്ന ഒരു കർഷകൻ അറിഞ്ഞിരിക്കണം. ചുമ്മാ 4 ആട് മേടിച്ചിട്ട് വളർത്താമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും വരുന്നില്ല. ഇതിന് പനി വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇളക്കം വന്നാലോ ദഹനക്കേട് വന്നാലോ അതിന് കൊടുക്കേണ്ട മരുന്ന് എന്താണെന്നുള്ളത് പെട്ടെന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. ആ സമയത്ത് ഒരു ഡോക്ടർ സേവനങ്ങളൊന്നും വരത്തില്ല. ഒരാട് പ്രസവിച്ചാൽ മാവ് പറക്കാൻ താമസം വന്നാൽ എന്ത് ചെയ്യണം, ഇത് പിന്നെ അതിൻ്റെ മടിനീര് വന്നാൽ പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കാതെ എങ്ങനെ മടിനീര് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മിക്കവാറും എല്ലാവരും പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കുക, ഡോക്ടറെ സമീപിക്കുക, ഇഞ്ചക്ഷൻ എടുക്കുക. അതിൻ്റെ വഴി പിന്നെ അത് ഒരു 70% ഇഞ്ചക്ഷൻ എടുക്കുന്ന ആടുകളുടെയൊക്കെ അവസ്ഥ വളരെ മോശം തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിപ്പോൾ അവർ കുറ്റം പറയുകയല്ല, അവർക്ക് നമ്മളിത് പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒരു 18-20 വർഷത്തിനകത്ത് വെച്ച് നമുക്ക് പരിപാടി ഉണ്ട്. ആടിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞും വരും. ഇപ്പം നിൽക്കുന്ന ആടുകളൊക്കെ എൻ്റെ കണക്കിനെല്ലാം ചെറിയ ആടാണ്. നേരത്തെ ഇതിലൊക്കെ വലിയ ആടുകളായിരുന്നു നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. ഇനിയും നല്ലതായി ബ്രീഡ് നോക്കി മേടിച്ച് ഇച്ചിരിയുടെ സെറ്റപ്പിലൊക്കെ കൂടെ ഒക്കെ അടിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള സമയക്കുറവുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? സഹായത്തിന് ഇപ്പോൾ നമ്മൾ പ്ലാവ് വെട്ടാൻ തോലെടുക്കാനോ പോകുമ്പോൾ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളതല്ലാതെ ഹലോ ഫ്രണ്ട്സ്, ആലംസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മാമാടെ വീട്ടിലാണ്. അവിടെ ചെറിയ രീതിയിലുള്ളൊരു മത്സ്യകൃഷിയുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് വിളവെടുപ്പാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഈ കുളം കുഴിച്ചേക്കുന്നത് ഒരു 7 അടി ആഴത്തിലും അതുപോലെ വീതി എന്ന് പറയുന്നത് ഒരു 9 അടി വീതിയിലുമാണ് ചെയ്തേക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു 350ഓളം സിലോപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടു. പിന്നെ അതിനെ വിളവെടുത്തു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇതിനെ വിളവെടുക്കുന്നത്. ഈ കുളത്തിൻ്റെ ചിലവെന്ന് പറയുന്നത് ഏകദേശം ഒരു 20,000 രൂപയിൽ മുകളിലായിട്ടുണ്ട്. പിന്നെ ഇതിൽ വാങ്ങിയിട്ട മീൻ കുഞ്ഞിൻ്റെ ചിലവ് വേറെയും. ഈ കാണുന്നത് അതിൻ്റെ ഓക്സിജൻ ഫിൽട്ടറാണ്. ഇപ്പോൾ ഈ കുളത്തിൽ ഒരു 3ഓളം ഫിൽട്ടറാണ് ഇട്ടേക്കുന്നത്. ഇവിടുത്തെ മീനുകളുടെ ആഹാരം എന്ന് പറയുന്നത് പെല്ലറ്റാണ്. പെല്ലറ്റ് എന്ന് പറയുമ്പം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പെല്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് സിലോപ്പി കുഞ്ഞുങ്ങളാണ്. അപ്പം സിലോപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടിട്ട് 6 മാസം ആകുമ്പോഴത്തേക്കും അതിനെ പിടിക്കാൻ സമയമാവും. അങ്ങനെ 6 മാസം ആകുമ്പോൾ വിളവെടുക്കും. അങ്ങനെ നമ്മുടെ യാസീൻ നാണ്ടെ മീനുകളെ പിടിക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്.
മീനുകളെ കുളത്തിൽ നിന്നും പിടിച്ചിട്ട് നമ്മൾ ഓരോ ബക്കറ്റിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവരെ സെയിൽ ചെയ്യണം. ഇവിടെ 1 കിലോയ്ക്ക് 250 നിരക്കിലാണ് ഇപ്പോൾ ഇവരെ വിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കി ഇടുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. ആലംസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിവിധയിനം ആടുകളെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാംസൺ. വട്ടാരക്കര താലൂക്ക് മേലില വില്ലേജിൽ ഗ്രേഷ്യൻ ബ്ലോക്കിൽ നമ്മൾ 6-ാം വാർഡിൽ താമസിക്കുന്നു. എനിക്കൊരു ചെറിയ ആട് ഫാമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നു. ചേട്ടാ ഇവിടെ ഇപ്പം എത്രത്തോളം വെറൈറ്റി ആടുകളുണ്ട്? ഇവിടെ ഇപ്പോൾ ഒരു 13 വെറൈറ്റി വരെ ഉണ്ട്. ചേട്ടാ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാം. ഈ ആടാണ് രാജസ്ഥാൻ മരുഭൂമി കാണുന്ന രാജസ്ഥാൻ കോട്ട, കരോളി കോട്ട എന്ന് പറയുന്ന ആടാണിത്. ഇത് ഇപ്പോൾ ലൈഫ് വെയിറ്റ് നമുക്കൊരു 145 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ചെവിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊളസ്ട്രോൾ വന്നിട്ട് ഒരു ചെവിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളിത് ഓപ്പറേഷൻ ചെയ്ത് കളയാനുള്ളതാണ്. ഈ മോഡൽ കൊമ്പ് മറ്റേതിൻ്റെ തന്നെ കരോളി പറ്റിയിരിക്കുന്ന കൊമ്പുള്ള കരോളി പെണ്ണാടുണ്ടായിരുന്നു, അതിപ്പോൾ കൊടുത്തു. പിന്നെ ഇത് മറ്റ് ശല്യങ്ങളൊന്നുമില്ല. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നു. നല്ല ഇനത്തിൽപ്പെട്ട ആടാണ്, നല്ല വിലയുണ്ട്. നമുക്കിപ്പോൾ ഈ ആടിപ്പോൾ കൊടുത്താലും ഒരു 45,000 രൂപ കിട്ടുന്നതാണ്. ചേട്ടാ ഇതിനെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഇത് ഞാനൊരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. പുള്ളി വേറൊരാൾക്ക് കൊടുത്താൽ പുള്ളിയുടെ കയ്യിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് കൊണ്ടുവരുമ്പോൾ ഇച്ചിരി ഉള്ളായിരുന്നു. ആട് കൊച്ചൊരാടായിരുന്നു. നമ്മുടെ തീറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മളുമായിട്ട് യോജിച്ച് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതിനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതാണ് നമ്മളിത് കണ്ട് ആർക്കും മറ്റാരെയും കാണിക്കാതെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പലരും ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്, നമ്മൾ കൊടുക്കാത്തതാണ്. നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഓരോ ആടുകളെ കൊണ്ടുവന്നിട്ട് ഇതിനെ കൊണ്ട് തന്നെ ബ്രീഡ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു മക്കളെ പോലെയാണ് നമ്മളിതിനെ കൊണ്ടു നടക്കുന്നത്. ഇല്ലടാ. പെണ്ണാടാണ് ഇത്. ഒറിജിനൽ ബ്രീഡാണ് ഇത്. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞു. ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയെ കാണും.
അതിൻ്റെ കുഞ്ഞ് തന്നെയാണ് അടുത്ത് നിൽക്കുന്ന ഈ കുട്ടി. അത് ഒരു ആൺകുട്ടിയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം പെൺകുട്ടിയായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യമാണ് ഒരു ആൺകുട്ടിയെ കിട്ടിയിരിക്കുന്നത്. മാക്സിമം പാല് നമുക്കൊരു 1.5 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 5 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ ഒരു ലൈഫ് വെയിറ്റ് ഒരു 70 കിലോയ്ക്ക് അകത്തേ വരത്തുള്ളൂ. പിന്നെ അതിൻ്റെ മോനാണ് ഈ നിൽക്കുന്നത്. ഒറിജിനൽ ബ്രീഡാണ്. അതുകൊണ്ട് എൻ്റെ പേര് സെന്തിലെന്നാണ്. സെന്തിൽ ചുണ്ടിയുള്ളൊരു പയ്യനാണ്. നല്ല നമ്മളോടൊപ്പം സഹകരിച്ച് അയച്ച് കെട്ടി അതിന് പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞ് നമ്മളെ പിടിച്ച് കെട്ടിയിട്ടതാണ് അവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട്. ആടാ നല്ലൊരു ഒറിജിനൽ ബ്രീഡ് തന്നെയാണ്. ഇതിങ്ങനെ നമുക്ക് ഒറിജിനലായിട്ട് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. ചേട്ടാ, അപ്പോൾ ജമുനാപ്പാരിക്ക് മാർക്കറ്റ് എന്ത് മാത്രം റേറ്റ് വരുന്നുണ്ട്? ജമുനാപ്പാരി മാർക്കറ്റിൽ 25,000 രൂപ മുതൽ മേലോട്ടാണ് വിൽക്കുന്നത്. ഇതിൻ്റെ ക്രോസ് ബ്രീഡൊക്കെ ആണെങ്കിൽ 10, 12, 15 രൂപയ്ക്കൊക്കെ കിട്ടും. അല്ലാതെ നമുക്കിത് മാക്സിമം 25 രൂപയ്ക്ക് മേളിൽ ഒരു വില പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നില്ല. വേറെ ഇതിൻ്റെ വെറൈറ്റി കിട്ടാൻ ഇതുപോലത്തെ ഒറിജിനാലിറ്റി ഉള്ളത് കിട്ടുന്നില്ല. അതുകൊണ്ട് കൊടുക്കാത്തതാണ്. അത് കുട്ടി ഇതാണ് ബീറ്റലിൻ്റെ പെണ്ണാട്. അതിൻ്റെ ബീറ്റൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ബീറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കണ്ണ് വെള്ളയായിരിക്കും. ചെവി 12 ഇഞ്ച് നീളം വരും. കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് പ്രൊമോട്ട് ചരിഞ്ഞിരിക്കും. പിന്നെ ഇതിൽ പാല് ഒരു പ്രസവത്തിൽ 2-3 കുട്ടി ബീറ്റലിന് കിട്ടാറുണ്ട്. അതിന് പാലൊന്ന് മാക്സിമം പാല് നമുക്ക് ഒരു നേരം ഒരു 1.5 ലിറ്റർ പാല് വരെ നമുക്ക് കറന്നിട്ടുണ്ട്. ഇതിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയതാണ്. അത് പിന്നെ ഇപ്പോൾ ഒരു 4 മാസം ഗർഭിണിയാണ്. തീറ്റയും കൂടി എല്ലാം നമ്മൾ കൊടുക്കുന്നതെല്ലാം കഴിക്കുകയും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് മുട്ടൻ, മലബാറി ബീറ്റൽ മുട്ടനാണ്. ഇതൊരു പാർട്ടി വിളക്കൊടിയിലുള്ളൊരു സാറ് ഇത് സുഖമില്ലാതെ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതാണ്. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. അല്പശുന്തിയൊക്കെ ഉള്ളൊരു മുട്ടനാണ്. നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ചെവിയിറക്കമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോ ലൈവ് വെയിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സിരോഹിയുടെ പെണ്ണാട്. സിരോഹി എന്ന് പറയുമ്പോൾ നമ്മൾ അതും ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ആടുകളാണ്. ഇവിടെ നമ്മളിത് ഇവിടെ കുഞ്ഞിലെ തന്നെ സിരോഹി ആട്ടെ കൊണ്ട് ക്രോസ് ചെയ്തെടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരാളാണ്. ഇപ്പോൾ 4 മാസം ചനയാണ്. 2 പ്രസവം കഴിഞ്ഞ് 3ാമത്തെ ചനയായിട്ട് നിൽക്കുന്നു. പിന്നെ അതിൻ്റെ കണ്ണിന് വെള്ളയുണ്ട്. 12 ഇഞ്ച് ചെവി ഇറക്കമുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 85-90 കിലോ ലൈഫ് വെയിറ്റ് ഇപ്പോൾ ഉണ്ട്. പിന്നെ പാലിൻ്റെ കാര്യത്തിൽ സിരോഹി നല്ല പാലുള്ള ഇനമാണ്. നമുക്ക് പാലിൻ്റെ ആവശ്യത്തിനായാലും നമുക്ക് വളർത്താൻ പറ്റിയൊരു ആട് തന്നെയാണ് സിരോഹി. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 25 രൂപ 26 രൂപ റേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ പാർട്ടികൾ പലരും അതിന് സിരോഹിക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്നുണ്ട്. സിരോഹിക്കൊക്കെ നല്ല മാർക്കറ്റുള്ള ഒരാളാണ്. വിപണിയിലും അങ്ങനെ ഒറിജിനലായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു പഴയ മോഡൽ ആടാണ്. എരുമപ്പള്ളാട്, മലബാറിയുടെ ഒരു ഇതുപോലെ വരും. നമ്മുടെ പള്ളാട് എന്ന് പറയുന്ന സംഭവം ഇപ്പം അന്യം പെട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു പള്ളാട് കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് ഇതിനെ നോക്കുന്നു. ഇപ്പോൾ ഏകദേശം 2 മാസം ചനയുണ്ട്. അത്യാവശ്യം പാലും ഉണ്ട്. ഇറക്കുന്നതിനൊന്നും ഒരു ശല്യമില്ല. നമ്മളോട് വലിയ ഇണക്കമുള്ള ഒരാടാണ്. നമ്മളോട് എത്ര സ്നേഹമുള്ളൊരു സൈസ് ആടാണ് ഈ പള്ളാടെന്ന് പറയുന്നത്. അതിന് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ സൈസ് വേറെ ഇപ്പോൾ അടുത്ത് പള്ളാടൊന്നും കിട്ടാനില്ല. പിന്നെ നല്ല അത്യാവശ്യം വേണ്ടൊരു 4-5 സെൻറ്റിമീറ്റർ രോമമൊക്കെ ഇങ്ങനെ ഉണ്ട്. നല്ല ഷേപ്പും ഒക്കെ ഉള്ളൊരു ആടാണ്. വളർത്താൻ പറ്റിയ ഒരു ആടാണ് പള്ളാടെന്ന് പറയുന്നത്. സിരോഹിയുടെ ഒരു മുട്ടനാണ്. ഇതിപ്പോൾ 9 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ്. ഇതിവിടെ തന്നെ പ്രസവിച്ച് നമുക്ക് എടുത്തൊരു കുട്ടി തന്നെയാണ്. ഇതിൻ്റെ തള്ളയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ അടുത്ത സമയത്താണ് കൊടുത്തത്. ഇതിൻ്റെ കൂട്ടുള്ളൊരു കുട്ടി വേറൊരു പാർട്ടിക്ക് കൊടുത്തത് അവിടെ കിടപ്പുണ്ട്. അത് നല്ലൊരു കുട്ടിയാണ്. ഇത് നല്ല വളർത്തുകുട്ടിയായിട്ട് ഇട്ടിരിക്കുന്നു. പിന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ ഒരു റെഡ് ബീറ്റൽ, അതാണ് പ്യൂർ റെഡ് ബീറ്റലായിട്ട് വരും. അതിന് മാക്സിമം ചെവി ഇറക്കവും അതിൻ്റെ കണ്ണ് വെള്ളയായിരിക്കും. ഈ കളറ് റെഡായിരിക്കും. പിന്നെ ക്രോസ് ബ്രീഡായിട്ട് ഇട്ടിരിക്കുകയാണ്. മുട്ടന്മാരാണ്. ഇതൊക്കെ ലൈവ് ഒരു 8 മാസം പ്രായമുള്ള കുട്ടിയാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇതും റെഡ് ബീറ്റൽ തന്നെയാണ്. പക്ഷേ അതിനൊരു
വൈറ്റ് പുള്ളി കയറി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ലൈവ് വെയിറ്റ് 120 കിലോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് അത്യാവശ്യം ക്രോസിന് തന്നെ ഇട്ടിരിക്കുന്നു. അത് ഇനത്തിൽപ്പെട്ട ആടിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്രോസ് ചെയ്തെടുത്താൽ അത് ഒറിജിനൽ ബ്രീഡ് കുട്ടികളെ കിട്ടുന്നുണ്ട്. അതിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് സിരോഗി ഒറിജിനൽ ബ്രീഡാണ്. ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു. നല്ല നമ്മളുമായിട്ട് ചോദിച്ച് ഇണങ്ങി നിൽക്കുന്ന ഒരാടാണ്. നമുക്ക് ഇതിന് ഇപ്പോൾ ലൈവ് വെയിറ്റ് ഏകദേശം ഒരു 120 കിലോയ്ക്ക് മുകളിലുണ്ട്. പിന്നെ ക്രോസ് ബ്രീഡായിട്ട് ഇട്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ വിധത്തിലും ആടുകൾ സിരോഗി ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ക്രോസ് ബ്രീഡ് ആടുകളൊക്കെ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നത്. പിന്നെ മനുഷ്യരോട് ശല്യമൊന്നുമില്ല. ചില ചുണ്ടിയൊക്കെ ചിലപ്പോൾ കാണിക്കുന്നേ ഉള്ളൂ. എല്ലാ കുഴപ്പമൊന്നുമില്ല. നല്ലൊരാളാണ്. ഇത് തോട്ടാപ്പാരി ഇനത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്. ഇതിൻ്റെ ഏകദേശം 2 മാസം പ്രായമുണ്ട്. നമ്മളിവിടെ ഒരു പാർട്ടിക്ക് കൊടുത്ത് അതിൻ്റെ തള്ളയൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ കുട്ടിയെ രക്ഷപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. കുട്ടി ഇവിടെ കിടപ്പുണ്ട്. നല്ല രീതിയിൽ രക്ഷപ്പെട്ടു. വീട്ടിൽ കൂടിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളുമായിട്ട് സഹകരിച്ച് പോകാൻ കൊള്ളാവുന്ന ഒരു എണ്ണത്തിലാടാണ്. ഇതിൻ്റെ ഇനം തള്ളയൊന്നും കിട്ടാനില്ല. ഇപ്പം ഒറിജിനൽ ബ്രീഡ് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ നോക്കും. വളർത്തുകാർക്കൊക്കെ പറ്റിയ ഇനത്തിലാണ്. ഇതിൻ്റെ ഫീമെയിൽ കിട്ടാനായിട്ട് കിട്ടുന്നില്ല. തോട്ടപ്പാരി നല്ല ഇനത്തിലൊന്നും കൊണ്ട് ഓരോ വെളിയിൽ നിന്നൊക്കെ വരുന്ന ആടുകളുണ്ട്. പക്ഷെ വരവാട് നമ്മളങ്ങനെ മേടിച്ച് ഇടാറില്ല. നമ്മളിവിടെ ബ്രീഡ് ചെയ്തെടുത്ത് വളർത്തുന്ന കുട്ടികളുമായിട്ടൊക്കെ ഉള്ള സമ്മർദ്ദമേ ഉള്ളൂ നമുക്ക്. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വരവാടെല്ലാം അസുഖം പിടിച്ചിട്ട് പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒത്തിരി ഉണ്ട്. PPR വാക്സിനൊക്കെ എടുത്ത് കൊണ്ടിരുന്നതാണെന്ന് പറയും. പക്ഷേ അതൊക്കെ ഒത്തിരി എണ്ണം മേടിച്ചിട്ട് കർഷകർ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലൊക്കെ ആയിപ്പോയിട്ട് തന്നെ ഒറിജിനലാണ്. അതിൻ്റെ കണ്ണ് വെള്ള, ചെവി ഇറക്കമുണ്ട്. പഞ്ചായത്ത് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഫീമെയിലാണ് അവിടെ നിന്നത്. മെയിലും ഫീമെയിലും ഉണ്ട്. പിന്നെ എല്ലായിടത്തും നമ്മളിതിൻ്റെ ബ്രീഡ് നമ്മളുടെ പല വീടുകളിലും നമ്മൾ കൊടുത്ത ആടുകൾ കിടപ്പുണ്ട്. നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള ആടാണ്. ഇതിപ്പോൾ ലൈവ് വെയിറ്റ് ഏകദേശം ഒരു 135 കിലോ ലൈവ് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ക്രോസ് ബ്രീഡായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ 4 വയസ്സാവുന്നു. അവിടെ കൊടുക്കാതെ ഇട്ടിരിക്കുക. 4 വയസ്സ് കഴിഞ്ഞു. നല്ല അത്യാവശ്യം വളർന്നു വരുന്ന ആടാ. ഇനിയും വളർച്ചയുണ്ട്. ഇത് കറാച്ചി ക്രോസ് ആടാണ്. നല്ല ഇനത്തിലുള്ളൊരു ആട്. നമ്മളിവിടെ വാങ്ങിച്ചാണിത്. നമ്മൾ വാങ്ങിച്ച വില 15,000 രൂപയാണ്. ഒരു കുട്ടിയാണ്. ക്രോസ് ചെയ്തിട്ടില്ല. 6 മാസം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. വെള്ളത്തിൽ അതിൻ്റേതായ രീതിയിലുള്ള നല്ല ഒരു കുട്ടി തന്നെയാണിത്. കുട്ടികളൊക്കെ മേടിച്ച് ക്രോസ് ചെയ്ത് കിട്ടും. നല്ല ചെവി ഇറക്കും, കണ്ണിന് വെള്ള കളറായാലും. പിന്നെ ഏകദേശം ലൈവ് വെയിറ്റ് 35 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇത് മലബാറിയാണ്. ഇത് പാലുള്ള ഇനമാണ്. നമുക്ക് അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരാട്. ഇപ്പം വീണ്ടും പ്രസവിച്ച് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഇപ്പം 1.5 മാസം ചാനൽ. നല്ല സഹകരണമുള്ള ഒരു ശല്യമില്ലാത്ത ഒരാടാണ്. ചേട്ടാ, അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് കൊടുക്കുന്നത്? ഇതിന് നമ്മൾ ഇല വർഗം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്ക ദിവസവും പ്ലാവല മാത്രമേ കാണുള്ളൂ. പിന്നെ പുല്ലരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ കാട്ടുതോല് അർത്ഥം തന്ന് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിത്തീറ്റ, അതായത് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഏറ്റവും ടോപ്പ് പിണ്ണാക്ക് നോക്കി മേടിക്കും. പുളിയരി, അതും ടോപ്പ് പുളിയരി പൊടി മേടിക്കും. ഗോതമ്പ് തവിട്, അതും ടോപ്പ് തന്നെ മേടിക്കും. നിറപറവും നല്ല തവിട് നോക്കി മേടിച്ച്, പിന്നെ റേഷനരി ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ തരുന്നതെല്ലാം കൂടെ മേടിച്ച് കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. 4 ഐറ്റം ധാന്യം ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
പിന്നെ അത്യാവശ്യം മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കുളിപ്പീരും നനപ്പൊക്കെ ഉള്ളൂ നമുക്ക്. കാരണം ഇത്ര ആട് കിടക്കുന്നത് കൊണ്ട് കുളിപ്പിക്കാനൊക്കെ അവസരങ്ങൾ കുറവാണ്. വെള്ളത്തിൻ്റെ കുറവുണ്ടല്ല, സമയക്കുറവുണ്ട്. പിന്നെ ആടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് കിടന്ന് കുളിപ്പിക്കണമെന്നൊന്നുമില്ല, ഒരു 40 ദിവസം കൂടുമ്പോൾ കുളിപ്പിച്ചാലും മതി. കാരണം ഈ ബുക്കുകളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നമ്മളിത് കെയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത് വന്നാൽ പെട്ടെന്ന് എന്താണ് മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരാട് വളർത്തുന്ന ഒരു കർഷകൻ അറിഞ്ഞിരിക്കണം. ചുമ്മാ 4 ആട് മേടിച്ചിട്ട് വളർത്താമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും വരുന്നില്ല. ഇതിന് പനി വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇളക്കം വന്നാലോ ദഹനക്കേട് വന്നാലോ അതിന് കൊടുക്കേണ്ട മരുന്ന് എന്താണെന്നുള്ളത് പെട്ടെന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. ആ സമയത്തൊരു ഡോക്ടർ സേവനങ്ങളൊന്നും വരത്തില്ല. ഒരാട് പ്രസവിച്ചാൽ മാവ് പറക്കാൻ താമസം വന്നാൽ എന്ത് ചെയ്യണം, ഇത് പിന്നെ അതിൻ്റെ മടിനീര് വന്നാൽ പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കാതെ എങ്ങനെ മടിനീര് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മിക്കവാറും എല്ലാവരും പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കുക, ഡോക്ടറെ സമീപിക്കുക, ഇഞ്ചക്ഷൻ എടുക്കുക, അതിൻ്റെ മടി പിന്നെ അത് ഒരു 70% ഇഞ്ചക്ഷൻ എടുക്കുന്ന ആടുകളുടെയൊക്കെ അവസ്ഥ വളരെ മോശം തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിപ്പോൾ അവർ കുറ്റം പറയുകയല്ല, അവർക്ക് നമ്മളിത് പ്രാക്ടിക്കലായിട്ട് ഞാൻ എൻ്റെ ഒരു 18-20 വർഷത്തിനകത്ത് വെച്ച് നമുക്ക് പരിപാടി ഉണ്ട്. ആടിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞും വരും. ഇപ്പം നിൽക്കുന്ന ആടുകളൊക്കെ എൻ്റെ കണക്കിനെല്ലാം ചെറിയ ആടാണ്. നേരത്തേലൊക്കെ വലിയ ആടുകളായിരുന്നു നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. ഇനിയും നല്ലതായി ബ്രീഡ് നോക്കി മേടിച്ച് ഇച്ചിരിയുടെ സെറ്റപ്പിലൊക്കെ കൂടെയൊക്കെ അടിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള സമയക്കുറവുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? സഹായത്തിന് ഇപ്പോൾ നമ്മൾ പ്ലാവ് വെട്ടാൻ തോലെടുക്കാനോ പോകുമ്പോൾ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളതല്ലാതെ നമ്മൾ പിന്നെ എങ്ങനെ സഹായം ഇവിടെ ആടിന് വെള്ളം കൊടുക്കാനും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. ഞാനില്ലാത്ത സമയത്ത് അവർ ക്ലിയറായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. ഒരു ദിവസം ഒരു നേരം ഞാൻ കൂടെ കാണും. പിന്നെ ആട് മേടിക്കാനും ചന്തയിലുമൊക്കെ പോകുന്ന സമയത്ത് എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒരു കണക്കിന്. നമ്മൾക്ക് കാരണം പല വഴിക്ക് നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഒത്തിരി സമയമൊക്കെ പോകും. ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതിനെല്ലാം പോകാനല്ല പറ്റൂ. അപ്പോൾ നമ്മൾ പോകുന്ന കൂട്ടത്തിലെല്ലാം അവർ തന്നെയാണ് ഇതിന് ഇത്രയും എണ്ണത്തിനെ കെയർ ചെയ്യുന്നതും തൂത്തുവാരുന്നതും കുഴുക്കവാരി വെക്കുന്നതും എല്ലാം വൈഫ് തന്നെയാണ്. അവരുടെ ആ ഒരു സംരംഭമാണ് ഇത്രയും വിജയത്തിന് കാരണമെന്ന് പറയാം. പിന്നെ രണ്ടുപേരോട് ചേർന്ന് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്കത് ഒരു വിജയകരമായിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മുടെ പിള്ളേരുടെ പഠിത്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഒപ്പിച്ചെടുക്കുന്നത്. വലിയ ആടുകളൊന്നും പിന്നെ മരണപ്പെട്ടും നഷ്ടപ്പെട്ടും പോകാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ. ഒരു ജീവൻ പിരിഞ്ഞു പോകാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ സഹായി. എല്ലാ വിധത്തിലും ഞങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോടുകൂടി പോകുന്നതുകൊണ്ട് ഈ ബിസിനസ് സംരംഭം മുന്നോട്ട് പോകുന്നു. പല വീടുകളിലും നമ്മൾ കാണുന്ന അപ്പം മേടിച്ചിട്ടാൽ മക്കൾ നോക്കത്തില്ല, മക്കൾ മേടിച്ചിട്ടാൽ അപ്പം നോക്കത്തില്ല, അല്ലെ അമ്മ നോക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർ അതിനെ കെയർ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയാതെ പോകുന്നു. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെയല്ല, നമ്മൾ കൊണ്ടുവന്ന് കെട്ടിട്ട് പോയാലും എല്ലാ കാര്യങ്ങളും അവർ തക്ക സമയത്ത് ചെയ്യുന്നു. രാവിലെ വിയർത്തൊലിച്ച് നിൽക്കുന്ന ജോലിത്തിരക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇത് ഇവിടെ പേര് കുഞ്ഞു മോളെന്നാണ്. കണ്ടാച്ചി വലിയ അതിൽ കുഞ്ഞു മോളാണ്. ഇത് 2 പെൺപിള്ളേരുണ്ട്. അവരെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാം ചെയ്യുന്ന ഇവർ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ? രാവിലെ അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ആടിനെല്ലാം രാവിലെ വെള്ളമെല്ലാം കൊടുത്തു, തോലും വൈകിട്ടും വെള്ളം കൊടുത്ത്, രാത്രി 10 മണി വരെയാണ് വെള്ളം കൊടുപ്പും തോല് വെട്ടി കൊടുപ്പും അതിൻ്റെ തലേന്നത്തേക്കിനുള്ള തീറ്റി, പിറ്റേന്നത്തേക്കിനുള്ള തീറ്റി എല്ലാം വെക്കുന്നത്. അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം തൂത്തുവാരി കിടക്കുമ്പം 12-1 മണിയൊക്കെ ആവും. അങ്ങനെ 2 പെൺപിള്ളേരാണ്, അവരെ പഠിപ്പിക്കണം. അതുകൊണ്ട് അത്യാവശ്യം നല്ല ജോലിയുള്ളൊരു വീട് തന്നെയാണ്. അങ്ങനെ കാര്യങ്ങൾ. ചേട്ടാ, ഇതിപ്പം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഇതിപ്പം എത്ര ആടിൽ നിന്നാണ് തുടങ്ങിയത്? ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു 10-18 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അത് തുടങ്ങുമ്പോൾ 1-2 ആട് മേടിച്ച് തുടങ്ങിയതാണ്. അതങ്ങനെ ഒരു ആ മൂലയ്ക്ക് കെട്ടി ഒരാടുമായിട്ട് ഒരു ഷെഡുമായിട്ട് ഇങ്ങനെ നിർത്തിയിരുന്നതാണ്. അത് 1 ആയി, 2 ആയി, 3 ആയി. പിന്നെ കുടുംബശ്രീയിൽ നിന്ന് പെണ്ണുമ്പുള്ള ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുത്ത പൈസകൾ നമ്മൾ അത് പ്രയോജനപ്പെട്ടു പോകട്ടെന്ന് വിചാരിച്ച് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ മുന്നോട്ട് 4 ആടായി, 6 ആടായി. പിന്നെ ചന്തപ്പുറത്ത് പോയി ആട് എടുത്തുകൊണ്ട് വരത്തില്ല. നമ്മൾ ആടുണ്ടെങ്കിൽ ചന്തപ്പുറത്ത് കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ. ചന്തപ്പുറത്ത് നിന്ന് ആട് എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആടുകൾക്കൊക്കെ പെട്ടെന്ന്
പനിയൊക്കെ ഉണ്ടായി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചന്തപ്പുറത്ത് ആട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കത്തില്ല. പിന്നെ നല്ല ആടുകളെ വല്ലതും കിട്ടുവാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് അത് ക്വാറന്റൈനിലൊക്കെ ഇരുത്തിയിട്ടാണ് വേറെ മാറ്റി കെട്ടി അതിനെ സംരക്ഷിച്ച് കഴിഞ്ഞാണ് കൂട്ടി കയറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് വളർത്തുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്ക് ഒരു 40 ആട് 35 ആടോളം ഇപ്പോൾ ഉണ്ട്. പിന്നെ അത് ചിലപ്പോൾ 50-55 ഒക്കെ കാണും. പിന്നെ ഇപ്പോൾ കുറേ ഈ ഇലയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആടിനെ കുറച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ചൂട് കാലാവസ്ഥ ആയതിൻ്റെ പേരിൽ പിന്നെ നമുക്ക് തോലിനൊക്കെ ബുദ്ധിമുട്ട് വരും. എന്ന് വിചാരിച്ച് നമുക്ക് ചെല്ലുന്ന വീടുകളിൽ നിന്നൊക്കെ നമുക്ക് പ്ലാവില ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നമ്മൾ പോയി പ്ലാവ കയറി തോല് വെട്ടി വാരി കൊണ്ടുവന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ അവസരം സാധാരണ എല്ലാവർക്കും തോലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് ആട് വളർത്താൻ അവർക്ക് മടിക്കുന്നത്. ഇതിൽ നല്ലതും വീട് കിട്ടുമ്പം വളർത്തിയാൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതില്ലാന്ന് പറയത്തില്ല. ഇത് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പുതിയ കർഷകൻ എന്ന് പറയുമ്പം ഒന്നും അറിയാൻ വയ്യാതെ തുടങ്ങിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കുക. ഒരാടിനെ എന്താണ് കൊടുക്കേണ്ട സമയത്ത് വരെ മരുന്ന്, കാൽസ്യപ്പൊടി, വിറ്റാമിൻ, ടോണിക്ക്, പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം. അതറിയുന്ന കുളമ്പ് വളർന്നുണ്ടെങ്കിൽ കുളമ്പ് വെട്ടിക്കളയാനും, പിന്നെ അതിൻ്റെ കൊമ്പ് വളർന്നാൽ വളഞ്ഞ് ഇറങ്ങിയ കൊമ്പ് മുറിച്ച് കളയാനും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇത് പഠിക്കാനുണ്ട്. അല്ലാതെ ആട് നമ്മൾ മേടിച്ചൊന്ന് കെട്ടി അത് വളർന്നോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമയത്ത് വരെ മരുന്ന് കൊടുക്കുക, വിറ്റാമിൻ ടോണിക്കുകൾ കൊടുക്കുക, പനി വന്നാൽ അതിൻ്റെ മരുന്നുകൾ എന്താണ്, ചുമ, പനി, അങ്ങനെയുള്ള അല്പായുസമാണല്ലോ ആടെന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ അതനുസരിച്ച് നോക്കി കൊണ്ടുപോയെങ്കിലേ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ജീവിക്കാൻ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ജീവിക്കാൻ മറ്റ് പ്രശ്നങ്ങൾ, എനിക്ക് ചെറിയ ഇൻസ്റ്റാൾമെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നിർത്തിയിട്ടാണ് പിന്നിപ്പോൾ ഇതിനകത്ത് തന്നെ അങ്ങ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മളെപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതിന് ആഹാരം കൊടുക്കുന്ന പാത്രങ്ങൾ ക്ലിയറായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കുക. ഇതിപ്പോൾ ഇന്ന് കൊടുക്കുന്ന പാത്രം അതിൻ്റെ മൂട്ടിൽ തന്നെ ഇട്ടിട്ട് പിറ്റേന്ന് ആ പാത്രത്തിൽ തന്നെ കൊണ്ടൊഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആട് ചിലപ്പോൾ കുടിക്കാൻ പഠിക്കും. പിന്നെ ഇതിൻ്റെ കാഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇതിനകത്ത് വാരി നിറച്ച് വെക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു 150 ചാക്കോളം വാരി വെച്ചിട്ടുണ്ട് എല്ലാ കൂട്ടിനും കൂടെ. അത് ആരെങ്കിലും വന്നാൽ 50 രൂപ, 75 രൂപ, 100 രൂപ, 200 രൂപ റേറ്റിലൊക്കെ ചാക്ക് കുഴുക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം ഒരാൾ പൈസ ഇല്ലെന്ന് പറഞ്ഞ് വന്നാലും 3-4 ചാക്കൊക്കെ എടുത്തുകൊണ്ട് പോകാനൊന്നും നമുക്ക് വിഷയമൊന്നുമല്ല. ചിലർ വന്ന് അവരുടെ ആവശ്യത്തിന് വാരിക്കൊണ്ട് പോകും. വാരുന്നവരുടെ ഒന്നും നമ്മളങ്ങനെ പൈസ വാങ്ങാറില്ല. പിന്നെ അത്യാവശ്യം ഇവിടെ കൂടെയൊക്കെ ഒരുമാതിരി 80% ക്ലീനാക്കി തന്നെ ഇടുമെന്നും. അത് ഇപ്പം നമ്മൾ തന്നെ വാരും, പെണ്ണുമ്പുള്ള വാരും, ഇല്ലെങ്കിൽ ആരെങ്കിലും 2 ജോലിക്കാരെ നിർത്തി വാരിക്കും. അതായത് നമ്മൾ ജോലിക്കാരെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ പുഴുക്കയാകുമ്പോൾ വരാൻ വേണ്ടി മാത്രമേ ജോലിക്കാരെ ആശ്രയിക്കുന്നുള്ളൂ. അല്ലാതെ ജോലിക്കാരുടെ സേവനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ചേട്ടാ, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ ആടുകൾ കുടിക്കുന്ന കണക്ക് തന്നെ ഇവിടുത്തെ പട്ടികൾക്കും ആ വെള്ളം തന്നെ മതിയല്ലേ? കാടി, പിണ്ണാക്ക്. നമ്മൾ ആടിന് കലക്കുന്ന ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം കൂടെ മിക്സ് ചെയ്ത് കലക്കിക്കൊണ്ട് ചെല്ലുമ്പോൾ ആടുകൾക്കെല്ലാം വിളമ്പി തീർന്നു എന്ന് കാണുമ്പോൾ ആ പട്ടി അവിടെ കിടന്നുകൊണ്ട് വിളിക്കും, എൻ്റെ പങ്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിക്കുക. അപ്പം നമ്മൾ പട്ടിക്ക് കൊടുക്കും. ഇന്നിപ്പോൾ ഞാൻ ഒരു പട്ടിക്ക് കൊടുത്തുള്ളൂ. 2 പട്ടിയുണ്ട്, 2 എണ്ണം. അത് ലാബിൻ്റെ പട്ടിയുണ്ട്, ഒരു പുലിപ്പട്ടി എന്ന് പറഞ്ഞൊരു കൊച്ചിനാവിൻ മോഡലൊരു പുലിപ്പട്ടിയുണ്ട്. അവനും ഒരു വെള്ളം കൊടുക്കണം, പാല് കറന്ന് കൊടുക്കും, ചോറ് കൊടുക്കും, ഇറച്ചി മീനും എന്തോ കൊടുത്താലും ഈ കാടി കൊടുത്തില്ലെങ്കിൽ അന്നത്തെ ദിവസം അവർ കൂടിളക്കും. അതാണ് ഞങ്ങളുടെ പട്ടിയുടെ 2ൻ്റെയും കൂടി ഒരു രീതി. അവർക്കും കാടിയുണ്ട്. എല്ലാ ആടുകൾക്കും കൊടുക്കുന്ന രീതിയിൽ അവർക്കെല്ലാം കുഞ്ഞിലെ തൊട്ട് കൊടുത്ത് പഠിപ്പിച്ചത് കൊണ്ട് അവർക്കത് നിർബന്ധമായിട്ടും കിട്ടണം. ചോറും ഇറച്ചിയും കൊണ്ട് കൊടുക്കുന്ന പോലെ അല്ല, കാടി കൂട്ടുന്ന സമയത്ത് അവർ ചോദിച്ച് മേടിക്കും. നമ്മൾ മറന്നു പോയാലും അത് കിട്ടുന്നവരെ അവരവിടെ കുറയ്ക്കും. അത് അവരുടെ രീതിയായിപ്പോയി. അങ്ങനെ നല്ല ഇനത്തിൽ ലാവിൻ്റെ പട്ടി അത് ഇപ്പോൾ ഏകദേശം 2 വയസ്സായി. ആദ്യം ഒന്ന് ബ്രീഡ് ചെയ്തിട്ട് അതിനകത്ത് 4 കുട്ടികളെ കിട്ടിയായിരുന്നു. അത് ആ തള്ള സൗകര്യം കുറവുണ്ടായതിൻ്റെ പേരിലും പട്ടിയുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടന്ന് അതിനെ എന്തായാലും ഒരു പരുവാക്കി കളഞ്ഞു. ഇപ്പം ബ്രീഡ് ചെയ്യാൻ ഒന്നും സമയം കിട്ടുന്നില്ല. ബ്രീഡ് ചെയ്യാൻ സെയില് അങ്ങനെ ഇവിടെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? നമുക്ക് ഇവിടെ അത്യാവശ്യം സെയിലുണ്ട്. ഡെയിലി എങ്ങനെ ആയാലും 2, 3, 4 ആടുകൾ വിറ്റ് പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ വെളിയിൽ പോയി ആട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്.
നമ്മൾ മാന്യമായ വില കൊടുത്ത് എടുക്കുന്ന വളർത്തും. കർഷകന് വളർത്തുകാരനും മാന്യമായ വില കൊടുക്കുന്നുണ്ട്. നമുക്കും വലിയ ലാഭങ്ങളില്ലാതെ നമ്മൾ വിൽക്കുന്നുണ്ട്. ഒരു ഇറച്ചി വെട്ടുകാരായാലും നമ്മളെ ഈ മുട്ടനെയൊക്കെ വാങ്ങിച്ചാൽ അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നേർച്ചക്കാർ, പെരുന്നാളുകാർ എല്ലാവരും വന്ന് നമ്മളെ നാട് മേടിക്കാറുണ്ട്. പിന്നെ മറ്റ് വിഷയങ്ങളൊന്നും നമുക്ക് ഇത്രയൊന്നും ദിവസമായിട്ടും ഇല്ല. ഒരുമാതിരി എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ, എത്ര രൂപ മുതലുള്ള ആടുകളുണ്ട് ഇപ്പോൾ ഇവിടെ? ഇവിടെ നമ്മളിപ്പോൾ നമുക്കുണ്ടെന്ന് പറയാൻ ഏകദേശം ഒരു 4000 രൂപ മുതൽ മേപ്പോട്ട് 45,000 രൂപ വരെ വിലയുള്ള ആടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പല റേറ്റുള്ളത് 12, 15, 18, 25, 28 അങ്ങനെ പല റേറ്റുള്ള ആടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കൂടിയ ആടുകൾ വന്നാലും നമ്മൾ വിറ്റ് കൊടുക്കുന്നു, കൊണ്ടുപോകുന്നു. പിന്നെ അത് അവർക്ക് നോക്കി ക്ഷീണിച്ച് കഴിയുമ്പം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളത് തിരിച്ചെടുക്കുന്നു. പിന്നെ കംപ്ലൈൻ്റ് ഉള്ള ആട് ഏതെങ്കിലും നമ്മളതിൽ നിന്ന് പോയിട്ടുണ്ടല്ല, നമ്മൾ കൊണ്ടുവന്നൊരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആട് തിരിച്ച് മേടിച്ചിട്ട് പകരം ആട് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ പൈസ തിരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ നമ്മളൊരു ബിസിനസ്സാണ്. നമ്മൾ എല്ലാവരെയും ഒരുപോലെ ഒന്നും കെയർ ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റുന്ന കാര്യമല്ല. പല മനുഷ്യൻ്റെ സ്വഭാവം പല രീതിയിലുള്ളവരാണല്ലോ. നമ്മൾ ഓരോരുത്തർ വന്നിട്ട് പിന്നെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ദൈവം സഹായിച്ചില്ല. പിന്നെ ചെറിയ 1-2 അപൂർവ പ്രശ്നങ്ങൾ ഒന്നും വന്നാലും അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് വിടാറുണ്ട്. അവിടെ ഇപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലേ പുറത്തുനിന്ന് ആടുകളെ? ഇവിടുന്ന് ഡെയിലി 2-3 ആട് ഡെയിലി കാണും. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കൊണ്ടുവരുന്ന ആടിൻ്റെ ഏത് ഇനമാണ് ആ ഇനം നോക്കിയിട്ട് അതിൻ്റെ തന്നെയാണ് കിടായ അയച്ചു വിട്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലും അതേ തന്നെ ഇപ്പോൾ നാടനാട് വന്നാൽ അവർ പറയുന്ന കിടായ കൊണ്ടുവിടും. അല്ല ഇനത്തിൽ മലബാറി വന്നാലും മലബാറി കിടായോ അല്ലെങ്കിൽ ബീറ്റലിൻ്റെ ക്രോസ് കിടായോ അല്ല ബീറ്റിൽ ഒറിജിനൽ കിടായോ ഏത് വിടണമെന്ന് പറഞ്ഞാലും അതിൽ തന്നെ വിടും. പിന്നെ കരോളി പെണ്ണാട്, പിന്നെ ഓരോ ചെവിയിറക്കമുള്ള പെണ്ണാട് ഓരോ വീടുകളിൽ കിടപ്പുണ്ട്. അവർ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കരോളി കിടായ വിടണമെന്ന് പറയും. ആ കരോളി കിടായ കൊണ്ടുതന്നെ ക്രോസ് ചെയ്തെടുക്കും. ചിലപ്പോൾ ഒരു 80% ഒറിജിനൽ ബ്രീഡ് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ പല വീടുകളിലും കിടപ്പുണ്ട്. നമ്മൾ കൊടുത്ത ആളുകൾ അത് ഒറിജിനൽ ബ്രീഡായിട്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ആടുകൾ തന്നെയാണ്. നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിന് എത്ര രൂപ വാങ്ങിക്കുന്നത്? നമ്മളിവിടെ സാധാരണ 500 രൂപ വാങ്ങും. പിന്നെ ദൂരെ നിന്നൊക്കെ വരുന്നവരിപ്പം ഇച്ചിരി കുറച്ച് തന്നാലും നമ്മളതൊന്നും പറയാറില്ല. പിന്നെ ചിലർ പൈസ ഇല്ല, നാളെ വരുമ്പോൾ തരാം എന്ന് പറഞ്ഞ് കൊണ്ടൊന്ന് ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട്. കാരണം അവരുടെ മനുഷ്യൻ്റെ സമയ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാൻ, ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഏട്ടാ.